സത്യം പറഞ്ഞു. ഇവൻ എന്റെ ആരാണ്? നിങ്ങൾ തമ്മിൽ എന്റെ ഇടപാട്. ഇടപാടോ? എന്റെ പൊന്ന അമ്മണിയമ്മയ്ക്ക് ഞാൻ ഒന്നും അറിയില്ല. നീ ഏതാടി? നീ എന്തിനിവിടെ വന്നു? അതൊക്കെ എനിക്കറിയാം. നീ എപ്പ വന്നൂടെ? ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഇത് എത്രാമത്തെ പ്രാവശ്യമല്ല ചോദിച്ചത്? വേണ്ടാന്നെ പറഞ്ഞാണ്ടല്ലോ. പാൽക്കുപ്പി എടുക്കാൻ തലക്കെടുത്തല്ലേ? ഈ തിലകത്തിട്ട് കളിക്കല്ലേ? തിലകവതിയോ? ഏത് തിലകവതി? പെണ്ണെ കാര്യം പറ. നീ എന്തിനിവിടെ വന്നു? അങ്ങനെ വാ, അല്ലാതെ വിരട്ടിലൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. ഇതേ പുന്നപ്പുറം ജനിച്ച വിത്താ. എന്റെ പൊന്നുപുറ ചൂടാതെ കാര്യം പറ. അല്ല പിന്നെ എത്ര നേരം പറഞ്ഞ് കേട്ടോണ്ടിരിക്കും. എന്തിനാ ഇല്ല ഒരു മര്യാദയൊക്കെ? പിന്നെ എന്റെ പൊന്നുപുറ പറഞ്ഞു നമ്മൾ വല്ല ബന്ധമുണ്ടോ? പിന്നെ നീ മിണ്ടി പോകാം. മിണ്ടും എനിക്ക് മിണ്ടിരിക്കാൻ പറ്റില്ല. എന്റെ ചാരിത്രം അടിമുടി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുക. ഞാനും തൊടാത്ത അജുംബിത പുഷ്പണിയാണ്. പുഷ്പമാണ്. ഞാൻ പാലും കൊണ്ട് വന്നതാ. പാലോ? നിന്റെ പാല് ഇവിടെ മേടിക്കാറില്ലല്ലോ. നമ്മൾ നാരായണ ചേച്ചിയുടെ പാല് വാങ്ങിക്കാറ്. എന്നാ എന്റെ പാല് കുടിച്ചാൽ മതി. നിന്റെ പാലോ? എടി നീ എന്താ പറഞ്ഞത്? നാരായണ കുഞ്ഞമ്മ സുഖമില്ല അടക്കുക, അതുകൊണ്ട് എന്നെ പാലും കൊണ്ട് പറഞ്ഞയച്ചതാ. അപ്പൊ നീ നാരായണ ചോദിക്കാൻ പറഞ്ഞു. നീ നാരായണ കുഞ്ഞമ്മ ആരാ? ഈ അപ്പുറത്ത് ചേച്ചി നോക്ക്. ഞാൻ ഈ തവളാടിയൊരു എട്ടൻകോലി. ഞാൻ സഹാവ് രാജപ്പന്റെ മോളാ. അപ്പൊ നാരായണിയുടെ ചേട്ടത്തിയുടെ മോള്. എന്നാൽ ആ കാര്യമൊക്കെ നേരത്തെ പറയാൻ പാടില്ലേ? അതങ്ങനെ അതിനുമുമ്പ് നിങ്ങൾ വഴക്കം കൊണ്ട് വന്നില്ലയോ? അപ്പോഴേ നിനക്ക് പോകാൻ തിരക്കില്ലെങ്കിൽ എനിക്ക് അടുക്കള വന്ന് കുറച്ച് സഹായിച്ചതാ. കുറച്ച് വിരുന്നുകാരി വരുന്ന ദിവസം. മണി എത്രയായെന്ന് അറിയാമോ? എന്താ ശാരീരി കാണിക്കുന്നേ? ഒന്ന് എണീക്കുന്നേ. അവരൊക്കെ ഇപ്പൊ വരും. ആരൊക്കെ? നീലക്കുട്ടി ചന്ദ്രേട്ടനൊക്കെ വന്നോട്ടെ. എന്റെ പൊന്നല്ലേ, ഒന്ന് എണീറ്റു. ഞാൻ എന്താ കാര്യം? അമ്പലത്തിലേക്ക് വിളിച്ചു വന്നില്ല. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് റെഡിയായിരിക്കാന്ന് പറഞ്ഞ ആളല്ലേ. എന്നിട്ട് കിടക്കുന്ന കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. എല്ലാം നിസ്സാരമാണ്. എത്ര ഭർത്താക്കന്മാരാണ് ഭാര്യമാരൊരുമിച്ച് തൊഴാൻ വരുന്നത്? ഞാൻ മാത്രം എപ്പോഴും ഒറ്റയ്ക്ക്. ഇന്നത്തെ ദിവസമെങ്കിലും ശ്രീവേലി തൊഴാൻ വരുമെന്ന് വിചാരിച്ചു. എന്റെ ദേവി ഇവിടെ ഉള്ളപ്പോ എനിക്കെന്തിന് വേറെ ദേവാലയം? വരട്ടെന്നേ. കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി. പിള്ളേരും 2ആയി. ഇനിയും വാർത്തയാക്കില്ല. അതിനവരൊക്കെ തന്നെ വിളിച്ച് വരുത്തണം. എടാ സുഖു, എന്നെ അല്ലാതെ പിന്നെ ആരെയാ നിനക്ക് വിളിക്കാനുള്ളത്? ഒന്നുമല്ലെങ്കിലും ഞാൻ ഈ തറവാട്ടിലെ കാരണവരും പരോപകാരിയും സൽസ്വഭാവിയാണ്. സമൂഹത്തിൽ നിലയുമുള്ള എന്നെയും എന്റെ സഹധർമ്മിനെയും ക്ഷണിച്ചിട്ട് അതെല്ലാം മറന്നിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു? അങ്ങനെ വരട്ടെ. മിണ്ടായിരുന്നു. നേരം വിളിച്ച് ഇതുവരെ ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല. നിങ്ങളുടെ ക്ഷണത്തെ ആദരിച്ച് ഇന്നലെ തുടങ്ങിയ പട്ടിണിയാണ്. എന്താണ് കാരണവന്മാരോട് ബഹുമാനത്തെ? മനുഷ്യരായാലേ അല്പം മാരേജ് ഒക്കെ വേണം. ബെഡ്റൂമിൽ കയറി ലൈസൻസ് ഇല്ല. ഓഹോ, ഇതെപ്പോ തുടങ്ങി തനിക്ക് മാനേജ് സുമുദ്രാഭ്യൊക്കെ? അക്കൾ കണ്ണാളില്ലേ? നമ്മുടെ പൂർവികന്മാരെ 2 ഒന്നല്ലേ? ഞാൻ കൈ നിവർത്തിയാലുണ്ടല്ലോ എന്റെ പൊടി കാണില്ല. 500 പൗണ്ട് എന്റെ ഇടി. ഓഹോ, ഞാൻ ബാത്റൂമിൽ പോയിട്ട്. എടാ സുഖു, നീ ഇന്ന് രാത്രി വെഡിങ് ആനിവേഴ്സറി നല്ല ചേച്ചിക്ക് ആഘോഷമാരുണ്ടല്ലോ. പരീക്ഷ അടുത്തിരിക്കല്ലേ? സിനിമയും വേണ്ട, ഒന്നും വേണ്ട. പറഞ്ഞു കേട്ടില്ലെങ്കിണ്ടല്ലോ.
പോവാ. അതാ നല്ലത്. ആർക്കാണ് നിന്റെ ഫുട്ബോൾ മാച്ച്? എന്താ ഇവിടെ ഒരു കരിഞ്ഞ മണം? ഒന്നുമില്ലല്ലോ. ഓഹോ, എന്റെ കൊടല് കരിഞ്ഞ മണമാണ്. വിഷമിട്ടായിരിക്കും. ഓ, ഇങ്ങനെയുണ്ടൊരു മനുഷ്യൻ. മമ്മി സിനിമ ഇതിനാ കൊണ്ട് ഞാൻ തോറ്റു. ഇറങ്ങ ഒരു സിനിമ ഒരുക്കിട്ട് ഒരു ഫുട്ബോൾ മാച്ച്. നിന്നു വിഷമിക്കാതെ. ദൈവം നമുക്ക് ഒരു കുഞ്ഞിനെ തരാതിരിക്കൂ. വരൂ. അപ്പൂട്ട, ആ പഴം വെച്ചിരുന്ന പാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് വാ. ആ അമ്മണിയമ്മച്ചി, തെറ്റ് റെഡി. ലൈറ്റ് ഓൺ ചെയ്യാ. ആർട്ടിസ്റ്റുകളൊന്ന് സ്റ്റാർട്ട് ചെയ്യും. പോടാ നിന്റെ ഒരു സിനിമ. ഓ, കറക്റ്റ്. സുഹൃത്തുക്കളെ, വളരെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മുമ്പിൽ അല്പം ഭക്ഷണം കിട്ടിയിരിക്കുകയാണ്. സംസാരിച്ച് സമയം കളയാൻ ക്ഷമയില്ല. ഷഷ്ടിപൂർത്തിയിലേക്ക് കടക്കുന്ന ഈ വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു വിവാഹാഘോഷ ചടങ്ങ് സംഘടിപ്പിച്ച് ചെറുപ്പമാകാൻ ശ്രമിക്കുന്ന ശ്രീ കുമാരൻകുട്ടി മേനോനും അദ്ദേഹത്തിന്റെ പത്നി ശ്രീമതി ശാരദാ മേനോനും മംഗളം പാടിക്കൊണ്ട് നമുക്ക് ഭക്ഷണം ആരംഭിക്കാം. അയ്യോ സാർ, ഹലോ മിസ്റ്റർ ചന്ദ്രശേഖർ, കഴിക്കുന്ന ബാങ്കിലും സൗഖ്യം തന്നെ? ഫൈൻ, താങ്ക് യു. ഞങ്ങൾ ഇത്രയും കാത്തിരുന്നു. കാണാതായപ്പോ വി ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഐ എം വെരി സോറി. വി ആർ വെരി സോറി. വേണ്ട വേണ്ട, പങ്കായിട്ടൊന്നും പറയണ്ട. ഇതേ എന്തിനാ എന്നെ പേടിപ്പിക്കുന്നത്? ഐ സേ യു ബിഹേവ് യുവർസെൽഫ്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്നെ ആരും ഉപദേശിക്കണ്ട. ഞാൻ സഹിക്കാവുന്നതിലേറെ സഹിക്കുന്നുണ്ട്. ബട്ട് ദിസ് ഈസ് അൺബെയറബിൾ. സഹിക്കണ്ട, ഞാനിനി സഹിപ്പിക്കാൻ വരുന്നുമില്ല. എന്താ ഗീത എങ്ങനെയൊക്കെ? ചേട്ടൻ അറിയില്ല, ഈ മനുഷ്യൻ എനിക്കിനി ഇത് സഹിക്കാൻ പറ്റൂല. എന്താ ചന്ദ്ര ഇപ്പോഴതിന് കാരണം? ചേച്ചി, ഞാൻ തോറ്റു. ഇന്നലെ രാത്രി കുറച്ച് ഫയൽസ് നോക്കാനുണ്ടായിരുന്നു. കിടന്നപ്പോ ഏതാണ്ട് 1 മണി. അതുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ സ്വന്തമായി. രാവിലെ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഭദ്രകാളിയെ പോലെ കല്ലിൽ നിൽക്കുന്ന ഇവളെയാണ് കണി കണ്ടത്. അയ്യോ പാവം. കേട്ടോ ചേട്ടാ, ഇങ്ങനെയൊന്നല്ല, ഞാൻ പറയാം. ഇന്നലെ വന്നപ്പോഴേ പറഞ്ഞു നാളെ രാവിലെ ഇങ്ങോട്ട് വരണം, നേരത്തെ കിടക്കണമെന്ന്. കേട്ടില്ല. എന്നെ കേൾക്കാഞ്ഞത് ബാങ്കിലെ ഫയൽ നോക്കാനുണ്ടായിരുന്നു അത്രേ. ചേട്ടനേക്കാളും ചേച്ചിയേക്കാളും എന്റെക്കാളും വലുത് ബാങ്കാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. നിങ്ങളെ ബാങ്കിൽ തന്നെ പോയി പുറത്തോ. നിങ്ങളോടാണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. കണ്ടില്ലേ, എല്ലാവരുടെയും മുമ്പിലൊക്കെ എന്നെ ഇൻസൾട്ട് ചെയ്യണമെന്ന് ഇവർക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഞാൻ ഡ്രസ് മാറുന്നതിന് മുമ്പ് വണ്ടി എടുത്തുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ട്? ചേട്ടനാണെങ്കിൽ സഹിക്കും. പിന്നെ ഞാനായതുകൊണ്ട് വേറെ ടാക്സി എടുത്തുകൊണ്ട് വന്നു. ഇവളെ ഓർത്തിട്ടല്ല, ചേട്ടനെയും ചേച്ചി ഓർത്തിട്ട്. എന്നെ ഓർക്കാത്തവരെ കൂടെ ഞാൻ എന്തിനു വരുന്നു? നിങ്ങൾ ആ ബാങ്ക് തന്നെ പുറത്തോ. അതിന് നിന്നെ ഞാൻ ക്ഷണിക്കാവുന്നതല്ല. എന്തിങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ വഴക്കൂടുന്നു? ഓടിച്ച് ചന്ദ്ര അവിടെ ഇരിക്കൂ. അതുകൊണ്ടല്ലേ ചേട്ടാ, എനിക്ക് പോകേണ്ട അത്യാവശ്യം. ഇന്ന് ഞങ്ങൾ ഡെപ്യൂട്ടി മാനേജർ വരും. അതുകൊണ്ട് സ്വല്പം നേരത്തെ ബ്രാഞ്ചിൽ എത്തണം. ഐ എം സോ സോറി. ഡെഫിൻ മാച്ച്. സോ മെനി ഹാപ്പി റിട്ടേൺസ് ടു ദി ഗ്രേറ്റ് ബോത്ത് ഓഫ് യു. ഞാൻ വരട്ടെ? സന്തോഷ്, ടോമി. ഓക്കെ മിസ്റ്റർ മേനോൻ. ചന്ദ്ര, ഗീതയും കൂട്ടിക്കോളൂ. അവള് വേണമെങ്കിൽ വേറെ വണ്ടി വിളിച്ചു വരട്ടെ. എന്റെ കൂടെ ആരും വരണ്ട. എനിക്ക് പോണം, എനിക്ക് ബാങ്കിൽ പോണം. എന്നെ കൊണ്ടത് പോകല്ലേ? എങ്കിൽ എനിക്ക് ഒന്ന് കാണണം. ഞാൻ പോകുന്നു ചേച്ചി. ഈ മനുഷ്യന്റെ ബാങ്ക് ഞാൻ ശരിയാക്കും. എന്നെക്കാൾ വലുത് ബാങ്ക് ആണത്രേ. എനിക്ക് നിന്നോട് തർക്കം ചെയ്യിക്കാൻ സമയമില്ല. ഞാൻ പോകുന്നു. ഏയ്, ചേട്ടാ.